വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പണ്ട് കാലത്ത് മുത്തശ്ശിമാർക്ക് ധാരാളം മുടിയുണ്ടാവും. ആ മുടിയൊക്കെ നല്ല കറുത്ത മുടിയായിരിക്കും. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഇതാണ്. മുത്തശ്ശിമാർ തൊടിയിൽ വടക്കോർത്ത് നെല്ലിമരം നട്ടിട്ടുണ്ടാവും. അതിൽ അമൃതതുല്യായ നെല്ലിക്ക സേവിക്കുന്നത് കൊണ്ട് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും. യുവത്വം നിലനിർത്താൻ സാധിക്കും. പണ്ടുള്ളവർ വളരെ എനർജറ്റിക് ആയിരിക്കും. ക്ഷീണം അവർക്ക് അധികം ബാധിക്കാറില്ല. നെല്ലി മരത്തിൻ്റെ കാറ്റ് കൊണ്ടാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവും. പോസിറ്റീവ് എനർജി ലഭിക്കും. അതുമാത്രമല്ല, കുടുംബത്തിന് ശ്രേയസ്സും ഐശ്വര്യവും നാൾക്ക് നാൾ വർദ്ധിക്കും. ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും നെല്ലിമരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. പൂജാമുറിയിൽ ഒരു നെല്ലിക്ക വെച്ച് കനകധാരാ സ്തോത്രം ഒന്ന് ജപിച്ചു നോക്കൂ. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നെല്ലിക്കയ്ക്ക് സാധിക്കും. നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ പണ്ട് കാലങ്ങളിൽ തൊടി കൂടി ധാരാളം നടക്കും. തൊടിയിൽ വടക്കോർത്തുള്ള നെല്ലിമരത്തിൽ നിന്ന് വീഴുന്ന 2-3 നെല്ലിക്ക എടുക്കും. പുലർച്ചെയും രാത്രിയും അത് ഓരോന്ന് കഴിക്കും. ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവർക്ക് വരില്ല. വിറ്റാമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. കണ്ടിട്ടില്ലേ മുത്തശ്ശന്മാരുടെ സ്കിന്നൊക്കെ വളരെയേറെ തിളങ്ങണത്. അധികം ചുളിവൊന്നും വന്നിട്ടുണ്ടാവില്ല. ബോൺസിന് നല്ല ശക്തി ഉണ്ടാവും, നല്ല കാഴ്ച ശക്തി ഉണ്ടാവും അവർക്ക്. അതിനൊക്കെ കാരണം ഈ നെല്ലിക്ക പതിവായി കഴിക്കുന്നത് കൊണ്ടാണ്. കുട്ടികൾക്ക് നെല്ലിക്ക കൊടുത്താൽ കഴിക്കില്ല, കാരണം അതിന് ചവർപ്പുള്ളത് കൊണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? തേൻ നെല്ലിക്കയാക്കിയിട്ട് നെല്ലിക്കയെ മാറ്റി, എന്നിട്ട് കുട്ടികൾക്ക് നിത്യവും കഴിക്കാൻ കൊടുത്തു. ബുദ്ധിമാന്മാരാണ് നമ്മുടെ പൂർവികർ. അല്ലെങ്കിൽ കുട്ടികൾക്ക് തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി, ബുദ്ധിശക്തി വർദ്ധിക്കാൻ വേണ്ടി നെല്ലിക്ക പതിവായിട്ട് അരിഷ്ടായിട്ടും ലേഹ്യമായിട്ടും ഉപ്പിലിട്ടതായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നെല്ലിയുടെ ഒരു തണ്ട് ഇല ക്ലീൻ ചെയ്യണ വെള്ളത്തിൽ ലേശം കല്ലുപ്പും ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വീട്ടിൽ നിലനിർത്താൻ സാധിക്കും. പണ്ട് കാലത്ത് ഇങ്ങനത്തെ ക്രീമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് നെല്ലിക്ക പഴുത്തത് നിലത്ത് വീണത് പറക്കിയിട്ട് വെയിലത്ത് ഉണക്കും, എന്നിട്ട് പൊടിച്ചു വയ്ക്കും തലയിൽ തേക്കാനായിട്ട്, താരൻ്റെ ശല്യം ഇല്ലാണ്ടാവാൻ. നെല്ലിക്ക ചവച്ച് കഴിക്കാൻ പ്രയാസമായ വയസ്സായ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും നെല്ലിക്ക ചതച്ചിട്ട് വെള്ളം ചൂടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കുടിക്കാൻ കൊടുക്കും. മാസപ്പിറവി, വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, അമാവാസി, പൗർണമി ദിവസങ്ങളിൽ നെല്ലിക്ക പറിക്കാണ്ടിരിക്കുന്നതാണ് ഉത്തമം.